ഫ്രണ്ട്സ്, നമ്മുടെ ഗപ്പികളെ രോഗത്തിൽ നിന്ന് വെടിയിപ്പിക്കാനും പിന്നെ നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും കിട്ടാനായിട്ട് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റാണ് ഇത്. നമ്മൾ ഗപ്പി രോഗത്തിൽ നിന്ന് വെടിയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രോഗം വരാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് വെച്ചാണ് നമ്മൾ ഈ പരിപാടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത് രോഗം വരാതിരിക്കുക എന്നത് തന്നെയാണ്. അതിനായിട്ട് നമ്മുടെ ടാങ്കുകൾ നല്ല വാട്ടർ ക്വാളിറ്റിയിൽ കീപ്പ് ചെയ്യുകയും നല്ല ഫുഡ് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഈ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫിഷ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ നോക്കേണ്ടത് രോഗം വരാതിരിക്കുക എന്ന് തന്നെയാണ്. ഈ ട്രീറ്റ്മെൻറ്റിലൂടെ ആണെങ്കിലും രോഗം വന്ന ഫിഷിനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. എങ്കിലും പരമാവധി നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ നമ്മളിപ്പോൾ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ വെടിവെപ്പിക്കാൻ വരാതിരിക്കാനുള്ള ചാൻസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതോട് കൂടാതെ നമ്മുടെ ഫിഷിനൊക്കെ നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും കിട്ടുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് പലരും ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നമ്മോട്. ഈ വാം ഔട്ട്, അതായത് ഫിഷിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പാരസൈറ്റ് അതിൻ്റെ അങ്ങനത്തെ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻ എന്താണ്, എങ്ങനെ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു സാധനമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും ഇതിൻ്റെ ഗുണങ്ങളും എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഇത് കൊടുക്കേണ്ട രീതിയും എങ്ങനെയാണ് കൊടുക്കേണ്ടതും, രണ്ട് രീതിയിൽ കൊടുക്കാം. നമുക്ക് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്താലോ. ഇതാണ് കേട്ടോ, അതെ, വാം ഔട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പല കമ്പനികളുടെ ഉണ്ട്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റിക്കർ നോക്കിയിട്ട് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്ത സാധനം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്ലവറോണിൻ്റെ അരോണ ഫിഷിൻ്റെയും ആണ് ഇതിൻ്റെ ഇതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവർക്കാണ്ട കൂടുതൽ ഇത് ചെയ്യുന്നത് ഈ ഫ്ലവറോണിനും അരോണനൊക്കെ മാസത്തിൽ ചെയ്യണമെന്ന് തോന്നുന്നു. എങ്കിലേ അവരുടെ വയറൊക്കെ ക്ലീനായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കളറും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ ഫിഷിന് എങ്ങനെയൊക്കെ കൊടുക്കണമെന്നുള്ള രീതിയിലൊക്കെ ഇവിടെ ഒരു കാറ്റലോഗ് പോലെ അതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളതാണ്, നമ്മുടെ ഗപ്പിയുടെയാണ്. അപ്പോൾ ഗപ്പിക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്ട് ആ ബോട്ടിൽ നമുക്ക് ഒരു 60 ml ഉണ്ട് നമ്മൾ മേടിച്ചത്. 60 ml നമുക്ക് ആയ റേറ്റ് എന്ന് പറഞ്ഞത് ഒരു 360 രൂപ. പിന്നെ കൊറിയർ ചാർജ് ഒരു 40 രൂപ ആയിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടിലിൻ്റെ മൂടി ഇച്ചിരി ടൈറ്റ് ഇതായിരുന്നുണ്ട്. അത് വേറൊരു ടെക്നിക്കാണ്. നമുക്ക് ആദ്യം മനസ്സിലായില്ല, നമുക്ക് കുറേ കറക്കിയിട്ടൊന്നും തുറന്ന് വന്നില്ല സാധനം. അപ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പുഷ് ചെയ്തിട്ട് വേണം തുറക്കാനും അടക്കാനും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു മൂടിയുണ്ട്. അത് ഈ കെമിക്കൽ മെഡിസിനൊക്കെ ആയിരിക്കാം അങ്ങനത്തെ രീതിയിൽ വരുന്നത് കേട്ടോ. ഇനി ഇത് ഓപ്പൺ ചെയ്താൽ മതി, നമുക്കത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ അളവ് എടുക്കാനുള്ള ഒരു മൂടിയാണ് കേട്ടോ. അത് അളവൊക്കെ ഉള്ള ഒരു മൂടിയും കൂടി ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അവിടെ വെച്ചേക്കണം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അളന്ന് വേണം എല്ലാ ടാങ്കിലും ഒഴിക്കാൻ. വെള്ളത്തിൻ്റെ അളവൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് നോക്കിയിട്ട് വേണം നമ്മൾ ടാങ്കിൽ കൊടുക്കേണ്ടതും ഫുഡിന് ചേർത്ത് കൊടുക്കേണ്ടതൊക്കെ. ആദ്യം തന്നെ നമുക്ക് ഫുഡിൽ ചേർത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും എഫക്റ്റ് ആയിട്ടുള്ളത് ഫുഡിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഡയറക്റ്റ് ഉള്ളിൽ ചെല്ലും. ഇൻറ്റേർണൽ പാരസൈറ്റൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് മാറും. പിന്നെ അതേപോലെ തന്നെ ഈ ഡ്രോപ്സി കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും ഇത് ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫുഡാണ്. അപ്പോൾ ഇതിൻ്റെ വാംസൊക്കെ അതിനകത്തുണ്ടെങ്കിൽ ഇത് പോകും, ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഫുഡെന്ന് പറഞ്ഞത് നമ്മുടെ ഇൻസെറ്റോ പ്രോയാണ് കേട്ടോ. ഇൻസെറ്റോ പ്രോ നമ്മുടെ ഫിഷുകളെല്ലാം നല്ലോണം കഴിക്കും. അതുകൊണ്ടാണ് അത് തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ കുറച്ച് നേരം ഫുഡ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉച്ചക്ക് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതുവരെ ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുഡ് എടുക്കണം അവർ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഫുഡ് കൊടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങളും ഒരു ദിവസം ഫുഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ തന്നെ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് എടുക്കും. അതിന് വേണ്ടിയാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് ചേർക്കേണ്ട വിധമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത ഫുഡില്ലേ അത് നനയണം. അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ലോണം കുലിക്കണം കേട്ടോ. ഈ മെഡിസിനാണല്ലോ, അത് നല്ലോണം കുലുക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ ഫുഡ് ഒന്ന് നനയണ രീതിയിൽ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ മതിയാവും. ഡോസ് കൂടിപ്പോയാലും പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നോക്കണം, നമ്മൾ ഫുഡിൻ്റെ അനുസരിച്ച് സാധനം ഇടുക. ഡോസ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഫുഡ് ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക. എല്ലാ ഫുഡിലേക്ക് ആകത്തക്ക രീതിയിൽ കൈ കൊണ്ട് നല്ലോണം ഇളക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഡോസ് ഇത് കറക്റ്റ് ചെയ്ത് എടുത്താലും നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഈ ഫുഡ് കൂടിപ്പോയാലും അവർക്ക് ഡോസ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കറക്റ്റ് ഇത്ര ഫിഷിന് ഇത്ര കിട്ടുന്ന രീതിയിൽ ടാങ്കിൻ്റെ ഇത് നോക്കി, ടാങ്കിലുള്ള ഫിഷിൻ്റെ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ഫീഡ് ചെയ്യാൻ.
അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നനവ് കൂടിയിട്ടുണ്ട്, ഞാൻ കുറച്ച് ഫുഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് കളഞ്ഞാൽ മതി. പക്ഷേ ഡോസ് കൂടിപ്പോകുന്നത്, അതിനാണ് നമ്മൾ കുറച്ച് ഫുഡും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നത്. ഇളക്കിയിട്ട് നമ്മൾ ഇനി ഇത് ഉണങ്ങാനായിട്ട് വെക്കണം. ഇത് അന്ന് വലിയണം, ഈ ഫുഡിലേക്ക് എല്ലാ മെഡിസിനും പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഒന്ന് നല്ല ഇണക്കിയിട്ട് ഒന്ന് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയാണ് ചെയ്യുന്നത്, വെയിലുണ്ട്. അപ്പോൾ പുറത്ത് കൊണ്ട് വെച്ച് വെയിലത്ത് കൊണ്ട് വെച്ച് സാധനം ഉണക്കാൻ വേണ്ടി പോകണ്ട. അപ്പോൾ ഇവിടെ ഇച്ചിരി വെയിലുണ്ട്, ഈ വെയിലത്ത് ആണ് വെക്കുന്നത്. ഇനി നമുക്ക് ഇല്ലേ അടുത്തത് നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് 2 രീതി പറഞ്ഞില്ലേ. ഡയറക്റ്റ് വെള്ളത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, ആ വെള്ളത്തിൽ കൊടുക്കാനുള്ളതും കൂടി നോക്കാം. വെള്ളത്തിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് ഈ അസുഖം പിടിച്ചു കഴിഞ്ഞാൽ ഫിഷ് ഫസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫുഡ് എടുക്കില്ല. അപ്പോൾ നമ്മൾ ഫുഡ് എടുക്കാത്ത ഫിഷിന് വേണ്ടിയാണ്, അതായത് നല്ല വെയിലുണ്ട്, അത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കണത്. ആ വെയിലത്തിൽ നിന്ന് ഉണങ്ങട്ടെ. അപ്പോൾ നമുക്ക് മറ്റേത് കാണിച്ചു തരാം. അപ്പോൾ ഫുഡ് കഴിക്കാത്ത ഫിഷില്ലേ, അതായത് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഫിഷ് ഫുഡ് എടുക്കത്തില്ല. ആ ഫുഡ് എടുക്കാത്ത ഫിഷിന് നമ്മൾ ഈ ഫുഡിൽ ചേർത്ത് കൊടുത്താൽ ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ ഈ ഫ്ലവറോണ് അരോണ ഫിഷൊക്കെ ആണെങ്കിൽ ഇഞ്ചക്റ്റ് ചെയ്യും ഫുഡിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ ഇഞ്ചക്റ്റ് ചെയ്യും. നമ്മുടെ ഗപ്പിയാണ്, അതിന് ഇഞ്ചക്ഷൻ ചെയ്യാനും പറ്റത്തില്ല, ഫുഡ് വായിൽ തള്ളിക്കയറ്റി വെക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് ആ കണക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. 100 ലിറ്ററിന് 10 ml എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ ഒരു 20 ലിറ്റർ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ഒരു 20 ml ആണ് എടുക്കുന്നത്. 20 ml എടുത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ടാങ്കിലേക്ക് ഞാൻ ഒരെണ്ണം അത് കാണിക്കണമല്ലോ, അതിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. ഈ ഫിഷിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഇത് ഡയറക്റ്റ് കൊടുക്കാം. പിന്നെ അതിനകത്ത് പ്ലാന്റ് ഉണ്ട്, പ്ലാന്റിനും കുഴപ്പമുണ്ടാവില്ല. പിന്നെ ചില ടാങ്കിൽ അതായത് കമ്മ്യൂണിറ്റി ടാങ്കൊക്കെ ആണെങ്കിൽ ഷ്രിമ്പൊക്കെ ഉണ്ടാവും, ഷ്രിമ്പിനും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ സാധനം പ്ലാന്റിനും ഷ്രിമ്പിനും കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ കമ്മ്യൂണിറ്റി ടാങ്ക് ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് എയറേഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒന്ന് കലങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും സംഭവം സെറ്റായിരിക്കും. പിന്നെ ഇവർ വെള്ളം വലിക്കുന്നതനുസരിച്ച് ആ മെഡിസിൻ ഇവർക്ക് യൂസ് ആവും. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മുടെ അടുത്ത പരിപാടി ഉള്ളത്. അപ്പോൾ ആ പിറ്റേ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു 50% കൂടുതൽ 60% വെള്ളം വലിച്ച് കളയണം. ആ വലിച്ച് കളഞ്ഞ് അപ്പോഴത്തേക്കും വാംസൊക്കെ പോയിട്ടുണ്ടാവും ഇതിനകത്ത് നിന്ന്, ഇവരുടെ വയറ്റിൽ നിന്നും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫുഡ് റെഡി ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊടുത്ത് കാണിച്ചു തരാം, ഇവരെങ്ങനെ എടുക്കണമെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി, നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയത് അവർ ആ മരുന്ന് ഫുഡിലെല്ലായിടത്തും ആകാൻ വേണ്ടിയാണ്. അത് വലിഞ്ഞു പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉണക്കിയത്. ഇത് നമ്മൾ ഫുൾ റെഡിന് തന്നെ കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഫിഷ് എത്ര ഉണ്ട് ആ ടാങ്കിൽ അവർക്ക് കിട്ടേണ്ട രീതിയിൽ മാത്രം നമ്മൾ കൊടുക്കുക. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, അവരെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഇട്ട് കൊടുക്കുക. അടുത്ത ടാങ്കിൽ നോക്കുക. അതേപോലെ തന്നെ ഫിഷിൻ്റെ എണ്ണം നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഓവറായിട്ട് ഫീഡ് ചെയ്യരുത്, ഓവർ ഫീഡായി കഴിഞ്ഞാൽ പണിയാണ്, അത് ശ്രദ്ധിക്കണം. ഇവിടെയും പ്ലാന്റൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ എല്ലാ ഫിഷിനും തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഫിഷൊക്കെ മാറിക്കുന്നുണ്ട്, പിന്നെ ഫുഡ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഓടി വരും. അതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഫുഡ് ഒരു ദിവസം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കണ്ട നല്ലതായിട്ട് കഴിക്കുമവർ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ടാവും. പെട്ടെന്ന് തന്നെ മരുന്നിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മരുന്ന് റെഡിയാക്കി എടുത്തത് കൊണ്ട് തന്നെ ഇന്ന് ടാങ്കിലുള്ള മിക്ക ടാങ്കിലും നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ചെറുത് 1 മാസത്തിന് താഴെയുള്ള ഫിഷിനൊക്കെ ഒന്നും നമ്മൾ ഇപ്പോൾ കൊടുക്കില്ല, അതിന് കുഴപ്പമുണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ബാക്കി എല്ലാത്തിനും നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. എല്ലാ ടാങ്കിലും നമ്മൾ ഇത് ഫീഡ് ചെയ്യുന്നുണ്ട്. സാധനം നമ്മുടെ കയ്യിലുണ്ട്, അതിന് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫിഷിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരുടെ വയറൊക്കെ ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടി തന്നെയാണ് ഇത്. നമ്മൾ ബേഡ്സിനും ഡോഗിനും ക്യാറ്റിനൊക്കെ കൊടുക്കാൻ പറ്റില്ലേ, അവർക്കൊക്കെ എല്ലാം ഈ മാസങ്ങൾ 3 മാസം 2 മാസം 1 മാസത്തിലൊക്കെ കൊടുക്കാറുണ്ട്. അത് ഇത് തന്നെയാണ്. വയറൊക്കെ ക്ലീനായി നിന്ന് കഴിഞ്ഞാൽ ഈ ഇവരുടെ ശല്യവും കാര്യങ്ങളൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്തും ഡോഗിനാണെങ്കിലും ഫിഷിനാണെങ്കിലും ഈ ബേഡ്സിനൊക്കെ ആണെങ്കിലും നല്ല ഗ്രോത്തൊക്കെ കിട്ടും. അപ്പോൾ ആ ക്വാളിറ്റി നല്ലവണ്ണം കിട്ടും. ഈ ഇവർ കഴിക്കണ ഫുഡിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് കിട്ടും. ഈ വാംസൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ കഴിക്കുക. അതുകൊണ്ടാണ് ഈ വാം ഔട്ട് ചെയ്യിക്കുന്നത്. വാം ഔട്ട് ചെയ്യാൻ ഫിഷിനായിക്കോട്ടെ ബേഡ്സിന് പെറ്റ്സിന് എല്ലാത്തിനും നല്ലതായിരിക്കും. പിന്നെ ഞാനിത് ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ആദ്യം 2 നേരത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. ഫുഡ് നല്ലതായിട്ട് എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞും കൊടുക്കുന്നില്ല കേട്ടോ. ഇനി വാട്ടർ ചേഞ്ച് ചെയ്ത് പിറ്റേ ദിവസം വാട്ടർ ചേഞ്ച് കഴിഞ്ഞിട്ടാണ് ഫീഡ് ചെയ്യുന്നുള്ളത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്
കൊടുത്ത് പരിചയം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കൊടുക്കാം. ഫിഷ് ഫുഡ് എടുക്കുമെന്നുണ്ടെങ്കിൽ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. കൊടുത്തെന്നും പറഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ കൊടുക്കാറില്ല, അത് എൻ്റെ ഒരു ഇതാണ്. നിങ്ങളുടെ ഫാമിലെ ഫിഷിൻ്റെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ചെയ്യാട്ടോ. ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, കൊടുത്തതിന് ശേഷം അതായത് 6 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കണമെന്ന്. അത് ഇത് തന്നെയാണ് കാരണം. ഇവരുടെ വാമ ഔട്ടാവും, പിന്നെ ഇവരുടെ എഗ്ഗൊക്കെ ഉണ്ടാവും. ആ എഗ്ഗ് വിരിഞ്ഞ് ഒരു 6 ദിവസം കൊണ്ട് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ആ മാംസിനെയും കൂടെ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഫീഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, സംഭവം സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ ഫിഷൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും. ഇതേപോലെ കംപ്ലൈൻറ്റ് വന്ന ഫിഷിനെയും ചെയ്തെടുക്കാം. അവരുടെ ഈ ഡ്രോപ്സിയും ഇൻ്റർണൽ പാരസൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ കൊടുത്ത് മാറ്റിയെടുക്കാം. അധികമായിപ്പോയി, അതായത് രോഗം അധികം മൂർച്ഛിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പണിയാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് നമുക്ക് ആ ഫിഷിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാം. പിന്നെ അതേപോലെ തന്നെ മാസത്തിലോ 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലൈൻ്റൊക്കെ ഒന്ന് വരാതെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ നല്ല ഫുഡ് കൊടുക്കുക, കംപ്ലൈൻ്റ് ഫുഡ് കൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് രോഗം വരാനായിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ രോഗം വരാതെയും സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വാമൗട്ടിനെ കുറിച്ചായിരുന്നു. വാമൗട്ട് കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നാളെ നമുക്ക് ഇതിൻ്റെ ഒരു പകുതി കൂടുതൽ ഒരു 60% വെള്ളം വലിച്ചു കളഞ്ഞിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഫുഡ് കൊടുത്തതിനും വെള്ളത്തിൽ ആഡ് ചെയ്തതിനും സെയിമായിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാമൊക്കെ ഔട്ടായിട്ടുണ്ടാവും, പുറത്ത് പോയിട്ടുണ്ടാവും, അതിനൊക്കെ നമ്മൾ വലിച്ച് റിമൂവ് ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം, ഇതിൻ്റെ എഗ്ഗ് ഉണ്ടാവും. വാമൊക്കെ പുറത്ത് പോയിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ എഗ്ഗ് ഇവിടെ വയറ്റിലേക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ഒരു 7ാമത്തെ ദിവസം, ഒരു 6 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ പ്രക്രിയ തന്നെ ഇപ്പോൾ കൊടുത്തില്ലേ അതേപോലെ തന്നെ കൊടുക്കുക. അതിന് പിറ്റേ ദിവസം വെള്ളം ആഡ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് കംപ്ലീറ്റ്ലി വാമൗട്ടായിട്ടുണ്ടാവും, നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. പിന്നെ നല്ല ഗ്രോത്തും നല്ല ഹെൽത്തിയും ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്, നല്ല റിസൾട്ടുകളാണ്. പലരും ചെയ്ത് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ഇടുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഇതിൻ്റെ ആവശ്യം വരും, ഫിഷിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.